ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നുള്ള ഒരുപാട് ഈ ഹൗസ് വാമിങ് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള അടിപൊളി ഐറ്റംസ് ആയിട്ടാട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് വീട്ടിൽ ഡെക്കോറായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്നവരല്ലേ. അപ്പോൾ ഈ ഒരു ചെറിയ ചെറിയ കുഞ്ഞ് ഈ ഒരു ചെറിയൊരു പോട്ടിന് തന്നെ നമ്മുടെ പുറത്തുള്ള ഷോപ്പിന് ഒന്നിന് 250 150 ഒക്കെ റേറ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് വെറും 100 രൂപക്കാട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. വെറും 100 രൂപക്ക് അത്രയും പീസ് 9 പീസ് എങ്ങാനും ഇതിലുണ്ട് കേട്ടോ. ആ ബാക്കിലിരിക്കുന്ന പച്ച പീസൊക്കെ ഇതിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി പേഴ്സണലി. കാണാൻ നല്ല ഭംഗിയുണ്ട്, കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ളത്. നമുക്ക് കിച്ചണിലും ഡൈനിങ് ഹാളിലും അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞ് ഈ ഇൻറ്റീരിയർ ചെറിയ ഭാഗത്തൊക്കെ നമുക്ക് കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇത്രയും നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ കിട്ടുക എന്ന് പറയുമ്പോൾ അത്രയും നല്ലതല്ലേ. ഒന്നിന് ഇവിടെ നല്ല റേറ്റ് ഉണ്ട്. നിങ്ങൾ ചോദിച്ചാൽ തന്നെ അറിയണ്ടാവും, അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ഇത് ചില ഷോപ്പിലൊക്കെ കേട്ടോ. ചില ഷോപ്പിലത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ്. പൊടി പിടിക്കുക അല്ലെങ്കിൽ കേട് വരുത്തുക അങ്ങനത്തെ ഒരു അതൊന്നുമല്ല. നമ്മൾ അത്യാവശ്യം നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ക്വാളിറ്റിയാണ് വരുന്നത് കേട്ടോ. അപ്പം ഞാനിത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ കിടന്നോട്ടെ, കാണാനല്ല ഭംഗിയല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു ഇതെന്താണെന്ന് നോക്കാം. ഇത് ഞാൻ കിച്ചണിലേക്ക് വാങ്ങിച്ചിട്ടുള്ളൊരു അടിപൊളി നല്ല ക്യൂട്ടായിട്ട്, എന്താ പറയുക, കാണാൻ തന്നെ നല്ലൊരു ഭംഗി. അതിന് നമുക്ക് ഉപയോഗിക്കാൻ തോന്നില്ല, അങ്ങനത്തെ ചില സാധനങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും എവർ തിങ്സ് എന്തായിക്കോട്ടെ, എന്ത് സാധനം നമ്മൾ ചില സാധനം നമ്മുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ തോന്നാത്തൊരു സാധനമായിരിക്കും. അത്രയും ക്യൂട്ട് ആൻഡ് എസ്തറ്റിക് ആയിരിക്കും. അപ്പോൾ ഈ ഒരു എസ്തറ്റിക് ആയിട്ടുള്ള അടിപൊളി ഐറ്റമാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ലിഡും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. അത് പിടിച്ച് വലിച്ചാൽ തന്നെ പോരും. അതിൻ്റെ സൈഡിൽ ഒരു വാഷറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ വാഷറൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ അത്രയും എന്താ പറയുക, നല്ല ക്വാളിറ്റിയാണ് കേട്ടത്. അടിപൊളിയാണ്. മെറ്റലാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് വെക്കാൻ അല്ലെങ്കിൽ നമുക്ക് നട്ട്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഇട്ട് വെക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. നിങ്ങൾക്ക് ഷുഗറോ അല്ലെങ്കിൽ സാൾട്ടൊക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇട്ട് വെക്കാം. നമുക്കിത് ടേബിളിൻ്റെ പുറത്തൊക്കെ കൊണ്ടുപോയി വെക്കാൻ പറ്റിയ സൂപ്പർ ഐറ്റമാണ്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. 300 സംതിങ്ങോ 300 അങ്ങനെ എന്താണ് റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ മീഷോയിലൊക്കെ ഫുള്ള് പ്രീപെയ്ഡായിട്ട് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ 50 രൂപ 60 രൂപ അത്രയും നമുക്ക് കുറഞ്ഞിട്ട് ഈ പ്രീപെയ്ഡായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷൻ അതിൽ വന്നിട്ടുണ്ട് കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പോൾ അത്രയും റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എനിക്കിത് ഒരുപാട് എനിക്കിഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാൻ ഇതും ബാഗിൻ്റെ ഞാൻ വെച്ചിട്ടുണ്ട്, അവിടെ കിടക്കട്ടെ. ഇതൊക്കെ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഐറ്റം നോക്കാം കേട്ടോ. ഇത് ഞാൻ ഡിസ്പെൻസറാണ്, വാഷ് ഡിസ്പെൻസറാണ് വാങ്ങിച്ചിട്ടുള്ളത്. 2 എണ്ണം വരുന്നൊരു കോംബോ ആണ് കേട്ടോ. വെറും 147 അങ്ങനെ എന്തോ ആണ് റേറ്റ് വന്നിട്ട്. അടിപൊളിയാണ് 2 എണ്ണം. പക്ഷെ ഞാൻ നമ്മൾ ചില സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ എവറിത്തിങ് നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ, ഇത്രയും വലിപ്പമുണ്ടോ ചെറുതാണോ എന്നൊക്കെ നമ്മൾ കയ്യിൽ കിട്ടുമ്പോഴേ നമ്മൾ അറിയുന്നത്. പ്രത്യേകിച്ച് ഈ ഓൺലൈനിലുള്ള ഈ ഒരു സാധനം നമ്മൾ കിച്ചൺസ് അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തൊരു മെറ്റീരിയൽ നമ്മൾ വാങ്ങിക്കുമ്പോഴും അത് നമ്മൾ ചിലപ്പോൾ ചില സാധനം നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഓ ഭയങ്കര വലുതായിരിക്കും എന്നുള്ള, പക്ഷെ കൈ കിട്ടുമ്പോഴാണ് ഭയങ്കര ചെറുത്. ഇതേപോലത്തെ ഈ ഡിസ്പെൻസർ ഞാൻ കരുതി ഇത്രയും വലിപ്പം തന്നെ. ഇതൊരു ചോറ്റുപാത്രത്തിന് നമ്മൾ കുട്ടികൾക്ക് സ്നാക്സ് ഇതുണ്ടാവും സ്കൂളൊക്കെ പുറത്തേക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ ഫുഡിൻ്റെ ഒക്കെ അത്രയും വലിപ്പം വരുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. അത്രയും വലിപ്പമുണ്ട് ഇത്. നല്ല വെച്ചാൽ ഒരുപാടുണ്ട്. നമുക്കിത് സിങ്കിൻ്റെ ആ അടുത്തൊക്കെ വെക്കാൻ വേണ്ടിയൊക്കെ യൂസ് ആക്കാനൊക്കെ പറ്റും. പക്ഷേ നല്ല നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ അടപ്പും കാര്യങ്ങളൊക്കെ നല്ല ഫിറ്റും ടൈറ്റൊക്കെയാണ് കേട്ടോ. നല്ല ഫിറ്റാക്കിയിട്ട് നമുക്കത് അടക്കാൻ വേണ്ടി കഴിയും. പിന്നെ അത്യാവശ്യം വെള്ളം അതിലേക്ക് കൊള്ളും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും വലിപ്പം ഉണ്ടായിട്ടുണ്ടാവുക കേട്ടോ. പക്ഷേ നമുക്കത് യൂസ് ആക്കാൻ പറ്റുന്ന അടിപൊളിയാണ്. ഞാൻ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ എല്ലാവരും അധികം ആൾക്കാർ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും നല്ല ക്വാളിറ്റിയുള്ള കാര്യം മാത്രമേ പറയുള്ളൂ. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്നത് പെടാത്ത കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു കോൾഗേറ്റ് ഹോൾഡറാണ്. ബ്രഷ് ഹോൾഡർ, കോൾഗേറ്റ് അല്ല ബ്രഷ് ഹോൾഡറാണ്. കോൾഗേറ്റും വെക്കാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചിട്ട് കുറച്ചായിട്ടുണ്ട്. പക്ഷേ ഞാനിത് നമ്മുടെ വാളിൽ സ്റ്റിക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ പഴയ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് 2 സ്റ്റിക്കറും അതിൻ്റെ കൂടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 സ്റ്റിക്കർ വെച്ച് പെട്ടെന്ന് കൊണ്ടുവന്ന പാടന്നെ അത് അപ്പം തന്നെ ഞാൻ ഒട്ടിച്ച ആ ഒരു ഇതാണ്. അപ്പോൾ ആ സ്റ്റിക്കർ പെയിൻറ്റ് ഇളകി ഇങ്ങോട്ട് പോകുന്നിട്ട് അതിമ ഒരു റെഡ് പെയിൻറ്റ് കണ്ടല്ലോ ആ ബാക്കിൽ, അത് അതിമുള്ളതല്ല കേട്ടോ. ഞാൻ ഒട്ടിച്ചപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ 2 സ്റ്റിക്കറും ഉണ്ടായിരുന്നു. പിന്നെ
സ്ക്രൂ ചെയ്യാനുള്ള ഒരു ആണി കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ, ഗ്രില്ല് ചെയ്യാനുള്ള. അപ്പോൾ ഇതാ ഇത്രയും 5 6 എങ്ങാണ്ട് നമുക്ക് ഇതിൽ വെക്കാൻ വേണ്ടി കഴിയും. നല്ലൊരു സാധനമുണ്ട്. നമ്മൾ കുട്ടികളുടെ ബ്രഷൊക്കെ സൂപ്പറായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഈ പല്ലി, പാറ്റ, കൂറ അങ്ങനത്തെ ഒക്കെ വന്ന് തൊടാതിരിക്കാനൊക്കെ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. അത് അടിപൊളിയാണ്. അപ്പോൾ അത് വാങ്ങിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കുട്ടികൾക്ക്, നല്ലതിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന അടിപൊളിയാണത്. പിന്നെതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ചിലപ്പോൾ ഫോട്ടോയിൽ കാണുന്നത് നമ്മൾ വിചാരിക്കും നല്ല വലിയ സാധനമായിരിക്കും എന്ന്. പക്ഷെ കയ്യിൽ കിട്ടുമ്പോഴാവും ചെറിയതാണെന്ന് നമുക്ക് അറിയാം. അപ്പം അങ്ങനെ കിട്ടിയൊരു സാധനം കേട്ടോ. ഇത് കാണുമ്പോൾ നല്ലൊരു ലുക്കുണ്ട്. എനിക്കിത് എന്താ പറയുക, റീഫണ്ട് അല്ല എക്സ്ചേഞ്ച് ചെയ്യണോ കൊടുക്കണോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് റിട്ടേൺ അടിച്ചിട്ടോ. കാരണം ഇത് നമുക്ക് വെക്കാനുള്ള സ്പേസ് അല്ല, ഇത് ഒരു ചെറുതാണ്. അത്യാവശ്യം വലിപ്പമൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറുത്, ഒരു കുഞ്ഞൊരു ചെറിയൊരു ഭാഗമാണ്, കോർണർ ഉള്ള ആ ഒരു കുഞ്ഞൻ ഭാഗത്തൊക്കെ വെക്കാൻ പറ്റിയ ഒരു സാധനം. നമ്മൾ ഇതിൻ്റെ വലുതൊക്കെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോകുമ്പോൾ, ലൈറ്റിൻ്റെ ഷോപ്പിലൊക്കെ പോകുമ്പോൾ കാണുന്ന ആ ഒരു വലിയ ടൈപ്പ് ഉണ്ടല്ലോ. പക്ഷെ അതല്ല, അതാണ് അത്യാവശ്യം കുറച്ചൊക്കെ വലിപ്പം ഉണ്ടാവും എന്ന് കരുതി, പക്ഷെ അത്ര ഇല്ല കേട്ടോ. 350 അങ്ങനെന്താ റേറ്റ് വരുന്നത്. കാണാൻ നല്ല ലുക്കാണ്, ക്യൂട്ടാണ്, അടിപൊളിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെടും. ആ ക്രിസ്റ്റലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഒരു എന്താ പറയുക, പെയിൻറ്റ് പോവുക അല്ലാന്നുണ്ടെങ്കിൽ മുത്ത് പോവുക അങ്ങനെ ഒന്നുമില്ല, സൂപ്പർ സാധനമാണ്. ഇതിൽ ചെറുതായിട്ടൊന്ന് അസംബിൾ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് അസംബിൾ ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും വലിപ്പം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും വലിപ്പത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് നിങ്ങൾക്ക് തോന്നുന്ന ഈ ഒരു കാണുന്ന ആ ഒരു വലിപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഒരു കയ്യിൽ ഒതുങ്ങാവുന്ന, അല്ലെങ്കിൽ ഒരു കയ്യിൻ്റെ വലിപ്പത്തിലുള്ള ആ ഒരു ഇത് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഇതിൻ്റെ നടുവിൽ കാണുന്ന ആ ഒരു പൈപ്പ് പോലത്തെ ആ ഒരു ഇതുണ്ടല്ലോ, ഗോൾഡിൻ്റെ, അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ ഒരു ബൾബ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സാധാ ബൾബ് ഇട്ട് കൊടുത്താലും മതി. ആ ഒരു ബൾബ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 2 വയറും അതിൽ കൊടുത്തിട്ടുണ്ട് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെറ്റായിരിക്കും. പിന്നെ മുകളിൽ കാണുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് നമ്മൾ മുകളിൽ വാളിലായിട്ട് ഇത് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ സൂപ്പറാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് എനിക്കിഷ്ടമായി. പക്ഷേ എന്താ ചെയ്യുക, നമുക്കത് വെറുതെ വാങ്ങിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അത് ഏതായാലും ഒന്ന് വാങ്ങിക്കുന്നത് ഏറ്റവും വലുതാകുമ്പോൾ അത്രയും ക്യൂട്ടായിരിക്കും, കാണുമ്പോൾ നല്ല ലുക്കായിരിക്കും. ഇത് പെട്ടെന്ന് കാണൂല, മുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കാണില്ല, അത്രയും ചെറുതാണിത്. അതുകൊണ്ടാണ് ഞാനത് റിട്ടേൺ ചെയ്തത്. പക്ഷെ അത് നല്ല ലുക്കുണ്ട്. ഈ കുഞ്ഞ ഭാഗത്തൊക്കെ വെക്കാൻ പറ്റിയവരെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിക്കാം. സൂപ്പറാണ്, സാധനം അടിപൊളിയാണ് കേട്ടോ. 350 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ വലുതൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്, എത്ര വലിപ്പമുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ സൂപ്പറായിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ അടുത്തതായിട്ട് കാണിക്കുന്ന ഈ ഭരണൊക്കെ പോലത്തെ കുഞ്ഞ ഭരണുണ്ടല്ലോ, നല്ല സെറാമിക്കിൻ്റെ പോട്ട്, അതാണ് കേട്ടോ. ഞാൻ സാധാ ടൈപ്പാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് ഏറ്റവും റേറ്റ് കുറവിലുള്ള, എന്നാലോ റേറ്റ് കുറവാണെന്ന് കരുതിയിട്ട് നമുക്കതിൽ ക്വാളിറ്റിയിലൊന്നും ഒരു കുറവുമില്ല കേട്ടോ. ക്വാളിറ്റിയൊക്കെ പക്കയാണ്, സൂപ്പറാണ്. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമായി. അതിൽ ഞാൻ ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ കാർട്ടിലിട്ട് വെക്കുമല്ലോ, അങ്ങനെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചൊരു ഇതാണിത്. അതിൽ ഞാൻ പച്ച, മഞ്ഞ, നീല അങ്ങനെ ഒരുപാട് കളറിലിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആദ്യം ഒന്ന് ഓർഡർ നോക്കി നോക്കാം, എന്നിട്ട് എന്തെങ്കിലും പൊട്ടോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാമല്ലോ എന്ന് കരുതിയിട്ട് വാങ്ങിച്ചു തരാം. പക്ഷെ ഇത് അത്യാവശ്യം നല്ല വലിപ്പം കേട്ടോ. ഇത് 1500 1100 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഒരു ഇത് കപ്പാസിറ്റി വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ട്. ഇത് നല്ല പാക്കേജും കാര്യങ്ങളൊക്കെയാണ്. ഞാനത് പൊട്ടിക്കാണ്ട് അങ്ങനെ തന്നെ വെച്ചതാണ് കേട്ടോ. നമുക്ക് ആ പെട്ടിയിൽ നിന്ന് എടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആ ഒരു തെർമോക്കോളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനത് പൊട്ടിക്കാണ്ട് അങ്ങനെ വെച്ചതാണ്. അതിൻ്റെ ആ മൂടി ഇതുണ്ടല്ലോ, ലിഡൊക്കെ സൂപ്പറാണ്. ആ ഒരു ന്യൂസ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് അടിപൊളിയായിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഒരു പൊട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. സെറാമിക് വേവിക്കാൻ ചില ആൾക്കാർക്ക് ഭയങ്കര പേടിയായിരിക്കും, കാരണം ഇത് കയ്യിൽ കിട്ടുമ്പോൾ പൊട്ടോ ഇതാവുമെന്നൊക്കെ. പക്ഷെ നല്ല ക്വാളിറ്റിയോട് കൂടി പൊട്ടാണ്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരുന്ന ടൈപ്പാണ് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു, വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന അത്രയും വലിപ്പമുണ്ട്. 2 കൈയ്യാണ് നമുക്കിത് പിടിക്കേണ്ടത്, അത്രയും നല്ലൊരു കാനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഇതുണ്ട്, സ്ട്രോങ് ആണ് സാധനം, അടിപൊളിയാണ്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യുക, സൂപ്പറാണ്, അടിപൊളിയാണ്. നമുക്കിത് പുളി ഇട്ടേക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്, സെറാമിക് രണ്ടും കൂടെ. അതൊന്ന് മെറ്റലിലാണോ എന്നറിയില്ല. അല്ല, പുളി നമുക്ക് ഇതിലിട്ടേക്കാൻ തോന്നുന്നുണ്ട്, ഗ്ലാസ് കണ്ടെയ്നറിലൊക്കെ
ഇട്ട് വെക്കാറുണ്ട്. മറ്റേ ഈ ഇതിലൊക്കെ ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കല്ലുപ്പ് അങ്ങനത്തതൊക്കെ ഇട്ടൊക്കെ പെട്ടെന്ന് എടുക്കാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇട്ടേക്കാം. പിന്നെ ഇതിങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ കറിയിലേക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളതിലൊക്കെ ഇട്ട് ഇടുമ്പോൾ ചിലപ്പോൾ കയ്യിൽ നിന്ന് വീഴാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് ഞാൻ ഒരു മസാല ബോക്സാണ്. ഈ മസാല ബോക്സ് വാങ്ങിച്ചിട്ട് കുറേ ആയിട്ടുണ്ട് കേട്ടോ. കുറേ ആയി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് കേട്ടത്. അപ്പോൾ അതിലേക്കുള്ള സ്പൂണൊക്കെ ഒന്നുണ്ട്, ഒരു മഞ്ഞ ഒരു യെല്ലോ ലൈറ്റ് കളറുള്ള ഒരു യെല്ലോ കളറുള്ള ഈ ഒരു ഇത് ബൗളിൻ്റെ അതേ കളറിലൊരു സ്പൂണൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതൊക്കെ എവിടെ പോയി അറിയില്ല. അപ്പോൾ ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ കഴുകി ഇതിലത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കെല്ലാം അങ്ങനെ ഓരോന്നോരോന്ന് എടുത്തിട്ട് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കഴുകാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി പാത്രമാണ്, ബൗളാണ്, മസാല ബോക്സാണ്. അടിപൊളിയാണ്. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ 2-3 മസാല ബോക്സ് കാണിച്ചിട്ടുണ്ട്. എല്ലാം സൂപ്പറാണ് കേട്ടോ. നമുക്ക് ഇത് ഞാൻ ഉപയോഗിച്ചത് കൊണ്ടാണ് പ്രത്യേകം പറയുന്നത്, എനിക്ക് ഒത്തിരി ഇഷ്ടമായത്. നമുക്ക് ആ നടുവിലുള്ള ഒരു പാത്രം, അതിൽ നമുക്ക് ഇഞ്ചി ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ട് വെക്കാം. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ നമുക്ക് മസാലയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ബോക്സ് മാത്രം തുറന്നാൽ മതി. പിന്നെ ജീരകം, ബാക്കി മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇട്ട് വെച്ചാൽ തന്നെ സൂപ്പറായിരിക്കും, അടിപൊളിയാണ്. പിന്നെ കുരുമുളക് പൊടി, ഏലക്കാപ്പൊടി അങ്ങനത്തെ ഒക്കെ ഒന്ന് തന്നെ ഇട്ട് വെച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് ഒരു പാത്രം എടുത്താലും മതി. അപ്പോൾ സൂപ്പറാണ്. നല്ല കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാ, അടിപൊളിയാണ്. ഇനി ഇതാ അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൊരു സൂപ്പറായിട്ടുള്ള ഒരു ഡെക്കോറാണ്. അത് നമുക്ക് ഡെക്കോറെന്നും പറയാം, ഒരു ട്രേ എന്നും പറയാം. ഡെക്കോറായിട്ട് നമുക്ക് ടേബിളിൻ്റെ പുറത്ത് വെക്കാം, അല്ലെങ്കിൽ കിച്ചണിലൊക്കെ നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റിയൊരു അടിപൊളിയാണ്. ഇതിൽ നമുക്ക് സെർവ് ചെയ്യാനൊക്കെ പറ്റും. നല്ല ഫിനിഷിങ് ആട്ടോ, നല്ല വാർണിഷൊക്കെ കൊടുത്തിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടി വന്നതിൽ അടിപൊളിയാണ്. എനിക്ക് അത് ഒത്തിരി ഇഷ്ടമായി. നമുക്ക് ചില സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് റിട്ടേൺ ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ ചിലത് നമുക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരിത്, പക്ഷേ എനിക്കിത് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞാനപ്പോൾ ചുമ്മാ ഒന്ന് ഓരോ പാത്രവും ഇതൊക്കെ ഒന്ന് എടുത്തതിൽ വെച്ച് നോക്കുകയാണ്. സാധനം സൂപ്പറായിട്ടുണ്ട്, എനിക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഇഷ്ടമായി എനിക്കത്. ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം നമുക്ക് പറയുന്നതിനേക്കാളും നമുക്കത് കണ്ട് തന്നെ നമുക്കൊരു ഇഷ്ടപ്പെടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീലാണ് കേട്ടോ എനിക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഞാൻ ഓർഡറാക്കി വാങ്ങിച്ചിട്ടുള്ളത്. അതിൽ ചിലതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും, ചിലതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. പിന്നെ എന്താ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൊരു ഇതാണ് കേട്ടോ, ഇത് നമുക്ക് ഈ സാരി ബാഗ് എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ സാരി മാത്രമല്ല കേട്ടോ, നമ്മുടെ കുട്ടികളുടെ പുതിയ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു അലമാര തുറന്ന് നമ്മൾ ചിലപ്പോൾ ഡ്രസ്സ് എടുത്താൽ മൊത്തത്തിൽ ഇങ്ങോട്ട് എൻ്റെ വീട്ടിലെ അവസ്ഥ ഞാൻ പറയുന്നത് കേട്ടോ, മൊത്തത്തിൽ ഇങ്ങോട്ട് താഴേക്ക് പോകും. ഈ കുട്ടികളായിക്കോട്ടെ, അവരെന്നെ ഒരു ഡ്രസ്സിന് എടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ളും താഴത്ത് ആ ഒരു അറയിലുള്ള ഡ്രസ്സ് മുഴുവൻ താഴത്താണ് ആയിക്കാരം. അപ്പോൾ ഞാൻ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയാണ്, ഓരോ കുട്ടികളുടെ ഡ്രസ്സ് നമുക്ക് ഓരോരുത്തരുടെ ഡ്രസ്സ് നമുക്ക് ഒറ്റ ഈ ഒരു ബാഗിൽ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളൊരു ബാഗാണിത്, എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമായിട്ടത്. പിന്നെ ഇതിൽ നമുക്ക് ഒത്തിരി സാധനങ്ങൾ പോകും കേട്ടോ, ഒത്തിരി പോകും, അത്രയും വലിപ്പം ലെങ്ത്തൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഒരു അറയിൽ 2 പോകുന്ന ഒരു വലിപ്പം ഇതിലുണ്ട്. 2-3 നമുക്ക് നല്ല ഇങ്ങനെ ടൈറ്റാക്കിയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പോകും. അപ്പോൾ അതിൻ്റെ ഞാൻ അലമാരയിൽ വെച്ചൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ 2 ഞാൻ ബാഗിലാക്കി വെച്ചപ്പോൾ അത് സൂപ്പറായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. മക്കൾക്കാണെങ്കിൽ ഒറ്റ ബാഗ് എടുത്താലും മതി, എല്ലാ ഡ്രസ്സും അതിൽ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ സൂപ്പറായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ബാഗ് തന്നെയാണ് കേട്ടത്, എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുകളിലുള്ള സംഭവം എന്താണ്, പൂപ്പലാണെന്ന് നോക്കിയത്, പൂപ്പലല്ല, അത് ആ പെറോസിമഞ്ഞിൻ്റെ സംഭവം തന്നെയാണ്. അപ്പോൾ ഈ പെറോസിമഞ്ഞിൻ്റെ അൽമാറിൽ വെച്ചിട്ട് പൂപ്പലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ അതാ ഞാൻ വാങ്ങിച്ചിട്ടുള്ള 2 ബാഗാണ്, വെറും 100 രൂപയാണ്, 140 അങ്ങനെ എന്തോ റേറ്റ് വന്നിട്ടുള്ളത്. റേറ്റൊക്കെ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ താഴെ ആയിട്ട് എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കണ്ടു നോക്കുക കേട്ടോ നിങ്ങൾ. അപ്പോൾ 2 ബാഗാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. 2 ബാഗിൽ ഒന്ന് റൗണ്ട് ബാഗും ഒന്നൊരു സ്ക്വയർ ബാഗുമാണ് കേട്ടോ. അപ്പോൾ രണ്ടും നല്ല സൂപ്പറാണ്, നല്ല ക്വാളിറ്റിയാണ്, PU ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഈ മറ്റേ റൗണ്ട് ബാഗ് കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ടൈപ്പാണ്, നമുക്കും യൂസ് ആക്കാൻ പറ്റും, വലിയവർക്ക് യൂസ് ആക്കാം. പക്ഷെ ഞാനത് മോൾക്ക്
വേണ്ടി കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ വലിയ ബാഗ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട്, നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അതിൽ വെക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൽ പ്ലെയിനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് പെയിൻറ്റിങ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പെയിൻറ്റിങ് അറിയുന്നവരാണെങ്കിൽ ചെറുതായിട്ട് ഡോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ സൂപ്പറായിരിക്കും. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നമ്മളെ കയ്യിൽ കിട്ടുന്ന സാധനത്തിന് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിലൊരു ചെറിയ ഒരു ചെയിന് മുത്തുകൾ അങ്ങനത്തെ ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ ഒറ്റൊരു സിബ്ബ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. നമുക്കിതിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴൊക്കെ നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നല്ലൊരു വലിയ ബാഗാണ്. ഇതേപോലെ കോംബോ ഒക്കെ വരുമ്പോൾ വാങ്ങിക്കാം കേട്ടോ നിങ്ങൾ. പിന്നെ അടുത്തതായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ ടീ, ഷുഗർ, സാൾട്ടല്ല കോഫിയാണ് അതിൻ്റെ കണ്ടെയ്നറാണ്. പക്ഷേ ഞാൻ ഇത് മൂന്നും എന്ന് പറയുമ്പോൾ സാൾട്ട് ഇടാൻ നമുക്കൊരു ഇതുണ്ടാവില്ല, അപ്പോൾ ഞാൻ കോഫീൻ്റെ പകരം സാൾട്ട് ആക്കാമെന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള കേട്ടോ. ഇത് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി, അടിപൊളിയാണ് സാധനം, നല്ല ലുക്കാണ് കാണാനൊക്കെ, അടിപൊളിയാണ്. ആ ഒരു പാത്രം നല്ലൊരു വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മൂടിക്ക് മാത്രമേ അതിൻ്റെ ലിഡിന് മാത്രമേ അധികം ഒരു ഇതില്ല. പക്ഷേ ഇത് അടക്കാനെടുക്കാനൊക്കെ സൂപ്പറാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് പേഴ്സണലി ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ നമ്മളിത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമല്ലേ ഈ പഞ്ചസാര, ഉപ്പൊക്കെ നമ്മൾ എപ്പോഴും എടുക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു സ്റ്റീലിൻ്റെ അടിപൊളി സ്റ്റീലാണ് കേട്ടോ, അടിപൊളി സ്റ്റീലിലാണെന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പാത്രത്തിൻ്റെ ആ ഒരു സൈഡിൽ നോക്കണം, അതിൻ്റെ പെയിൻറ്റൊക്കെ ഇളകി പോയിട്ടുണ്ട് കേട്ടോ. ആ ഒരു പെയിൻറ്റ് ഇപ്പം തന്നെ ഇളകി പോകുമ്പോൾ നമ്മളത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ. അപ്പോൾ ഞാനത് റിട്ടേൺ കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾക്കൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അത് നിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സംഭവം സൂപ്പറാണ്, അടിപൊളിയാണ്. ഇതേപോലെ കാണാനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അത് ഡെക്കോറിനൊക്കെ വെക്കാൻ വേണ്ടി ചുമ്മാ വെക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങിക്കാം. കാരണം അത്രയും അടിപൊളിയാണ്, നല്ല സ്റ്റീലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഷുഗറും ടീയൊക്കെ നമുക്ക് ഇതിലിട്ട് വെക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. സാധാ പ്ലാസ്റ്റിക്കിലിടുന്നതിനേക്കാളും ഇതിലായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുണ്ടാവുക. പക്ഷേ ഇതിൻ്റെ ആ ഒരു നെയിം കാര്യങ്ങളൊക്കെ അതിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് റിട്ടേൺ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. കാരണം അതിൻ്റെ ആ ഒരു പെയിൻറ്റൊക്കെ ഇപ്പോൾ തന്നെ പോകുകയെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ആക്കിയിട്ട് കാര്യമില്ലല്ലോ. ജസ്റ്റ് നമ്മളൊന്ന് തോണ്ടി കഴിഞ്ഞാൽ തന്നെ അതിങ്ങനെ പോരും. അപ്പോൾ വെറുതെ എന്തിനാ നമ്മൾ എടുത്ത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. ഞാനത് വേണ്ടെന്ന് പറഞ്ഞില്ല, കാരണം നല്ലതാണ്. പിന്നെ ആ ഒരു മൂടിയുണ്ടല്ലോ, ആ ഒരു ലിഡുണ്ട്, ഞാൻ ലിഡ് ചില കുഞ്ഞ് ഈ മസാല ബോക്സിൻ്റെ കുഞ്ഞു പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ബൗൾസൊക്കെ, അപ്പോൾ അതിൻ്റെ ഇങ്ങനത്തെ ലിഡൊക്കെ വന്നിട്ടുള്ളത് നമ്മുടെ ഹൗസ് വാമിങ്ങിന് ചില ആൾക്കാർ ഉപയോഗിച്ച് അവരുടെ അടുത്തുള്ള അനുഭവം കൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മൂടി ഇങ്ങനെ വിണ്ട് നിൽക്കും എന്നുള്ളത്. അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ വിണ്ട് പൊട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ആയപ്പോൾ പിന്നെ സംതൃപ്തിയായി. അപ്പോൾ നമ്മളത് റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസ് കാണാം. ഇനി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താലും കാണുന്നതിന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ.